ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ, യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തില് 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. എന്തുകൊണ്ട് ഇസ്രായേൽക്കാരെ ഇവര് ഭയപ്പെട്ടത്? അതിന്റെ കാരണം അറിയണമെന്ന് തൊട്ട് പുറകിലേക്ക് നോക്കണം. 3-ാമത്തെ അധ്യായത്തിൽ കാണാൻ പറ്റും, യോർദാൻ നദി ഇവർ അത്ഭുതകരമായിട്ട് കടന്നു. അതിനു മുമ്പ് ചെങ്കടൽ കടന്നാണ് സീനാ മരുഭൂമിയിലേക്ക് വന്നത്. അവിടെ വെച്ച് കർത്താവിന്റെ കൽപ്പന കിട്ടി, കൽപ്പലകൾ കിട്ടി, ദൈവസാന്നിധ്യം കൂടെ വന്നു. പിന്നെ അവർ 40 വർഷം മരുഭൂമിയിട്ട് അറിഞ്ഞിടത് ശരിയാണ്, പക്ഷെ വാഗ്ദാനവേടം കൂടെയുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട്, മോശയുടെ കാലഘട്ടം കഴിഞ്ഞ് യോശുവ ജനത്തെ നയിച്ചുകൊണ്ട് തേനും പാലും ഒഴുകുന്ന കാനാൻദേശത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ നിധി സൂചിപ്പിച്ചതുപോലെ ഈ കർത്താവിന്റെ സാന്നിധ്യമാണ് വാഗ്ദാന പേടകം. അപ്പൊ ഈ യോർദാൻ നദി ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. നദി എങ്ങനെ കടക്കും? ഇവ 40 വർഷമായിട്ട് നാടോടികളാണ്, സ്വന്തമായിട്ട് ഒന്നുമില്ല. ഈ കൂടാരം അടിച്ച് അടക്കുന്നു, പറിച്ചുകൊണ്ട് പോകുന്നു, പിന്നെ അടക്കുന്നു, കിടക്കുന്നു, അങ്ങനെ അടക്കുകയാണ്. ഇവർക്ക് യുദ്ധതന്ത്രങ്ങൾ അറിഞ്ഞുകൂടാ, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ യോർദാനിലേക്ക് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു കൊടുത്തു, പുരോഹിതന്മാരെ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് നദിയിലേക്ക് ഇറങ്ങാൻ പറ. അവരുടെ കാൽപാദം നദിയിൽ തൊടുന്ന ക്ഷണം നദിയിലെ ഒഴുക്ക് നിലയ്ക്കും. മുകളിലുള്ള വെള്ളമെല്ലാം അവിടെ ചിറകെട്ടി പോലെ നിൽക്കും, താഴെയുള്ള വെള്ളമെല്ലാം ഒഴുകിപ്പോകും. അപ്പൊ ആ സ്ഥലത്തോട് നിങ്ങൾ നദി കടന്ന പോലെ എല്ലാവരും കടന്നു കഴിയുന്നവരെ ഈ വാഗ്ദാന പേടകം വെച്ചിട്ട് പുരോഹിതന്മാര് ആറിന്റെ നടുവിൽ നിൽക്കണം. ജനമെല്ലാം കടന്നു കഴിയുമ്പോൾ ആറ്റിൽ നിന്നും 12 കല്ല് പെറുക്കിയെടുത്ത് അതുമായിട്ട് നിങ്ങൾ പറഞ്ഞു 12 ഗോത്രങ്ങളുടെ പേരില് ഈ ഒരു വലിയ ദൈവത്തിന്റെ ഇടപെടലിന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ കാര്യം സൂക്ഷിക്കണം, സ്ഥാപിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചു. ജനം ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഈ ഇസ്രായേൽക്കാരിങ്ങനെ ഈ നദി കടന്ന് വരുന്നത് കണ്ടപ്പോഴേക്കും അക്കരെയുള്ള തേനും പാലുള്ള കാനാദേശത്തുള്ള മൊബാബിര്, എദോമ്യര്, അങ്ങനെയുള്ള ഒരുപാട് ഫെലിസ്തര്, ഇങ്ങനെയുള്ള ജനതകളെല്ലാം പേടിച്ചു. ജെറിക്കോക്കാരാണ് ആദ്യം ഉള്ളത്, ജെറിക്കോ സമുദ്രം ആദ്യം വരുന്നത്. അവരെല്ലാം പേടിച്ചു. അതാണ് പറഞ്ഞിരിക്കുന്നത് 6-ാമത്തെ 1-ാം വാക്യം: ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് യോശുവയോട് അരുളി ചെയ്തു: ഇതാ ഞാൻ ജെറിക്കോ പട്ടണത്തെ അതിന്റെ രാജാവിന്റെ യുദ്ധവീരന്മാരുടെ കൂടെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവര് കയറി വന്നിട്ട് ജെറിക്കോ പട്ടണം കീഴ്പ്പെടുത്തുകയാണ്. വലിയ കോട്ട കെട്ടിയ പട്ടണം. നമ്മളിപ്പോ ഇതിലേക്ക് വരാനുള്ള കാരണം, ഇത് ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജെറിക്കോ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആത്മീയ ആയുധം അനേകര് നല്ല കരുത്തോടുകൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ജെറിക്കോ പ്രാർത്ഥനയുടെ കരുത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ഥലങ്ങളുടെ മേലുള്ള തിന്മയുടെ കെട്ടുകളെ പൊട്ടിക്കാനാണ്. ഇപ്പോൾ ജെറിക്കോ പട്ടണം, ആ കോട്ട തകർത്ത് ഇസ്രായേൽക്കാർക്ക് ദൈവം തേനും പാലും ഒഴുകുന്ന ദേശം കൊടുക്കുകയാണ്. അത് കൊടുക്കാനായിട്ട് അവർ അവലംബിക്കുന്ന മാർഗം ആയുധബലമല്ല. അവർക്ക് ആയുധശേഷി ഇല്ല. വലിയ പടയാളികളുടെ ഭടന്മാർ ആയുധങ്ങളൊന്നും അവർക്കില്ല. കാരണം അവരും നാടോടികളായിട്ട്, അതിനു മുമ്പ് അടിമകളായിട്ട് ഈജിപ്തിൽ കഴിയായിരുന്ന 400 വർഷക്കാലം അവിടുന്ന് പഞ്ഞം കിടന്നും അടിമപ്പണി ചെയ്ത് ക്ഷീണിച്ച മടുത്ത ഒരു തരത്തിൽ അവിടുന്ന് ദൈവം അവിടെ രക്ഷിച്ചു. മരുഭൂമി 40 വർഷം ആ തലമുറയുടെ മക്കളായത്. ഇപ്പൊ ഇവർക്ക് അങ്ങനെയുള്ള യുദ്ധ സൗകര്യങ്ങളോ നൈപുണ്യമോ ശേഷിയോ ആയുധങ്ങളോ രഥങ്ങളോ കുതിരപ്പട്ടാളോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെ പിന്നെ ഈ യുദ്ധസജ്ജമായ നല്ല കോട്ട കെട്ടി നിൽക്കുന്ന ഈ പട്ടണം കീഴ്പ്പെടുത്തും? അപ്പൊ അത് കായബലത്താലോ ശക്തിയാലോ നൈപുണ്യത്താലോ ഒന്നുമല്ല, ദൈവത്തിന്റെ പ്രത്യേക മാർഗം അനുസരിച്ച് അത് നീങ്ങിയപ്പോഴാണ്. ആ മാർഗമാണ് ജെറിക്കോ പ്രാർത്ഥനയുടെ തത്വമായിട്ട് വന്നിരിക്കുന്നത്. ഈ ജെറിക്കോ പ്രാർത്ഥന അപ്പൊ ആ ഒരു സ്ഥലത്തിലുള്ള ഈ വിജാതീയ സാന്നിധ്യത്തെ ദൂരീകരിക്കാനായിട്ട് ഇസ്രായേൽക്കാർക്ക് ഇടവരുത്തിയ തത്വം. അപ്പോൾ നമ്മള് ഈ പറഞ്ഞു വന്ന മേഖല, ഈ കർത്താവിന്റെ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് ഇസ്രായേൽക്കാർ ജെറിക്കോ കീഴ്പ്പെടുത്തി. അത് വെച്ചൊരു ജെറിക്കോ പ്രാർത്ഥനയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം ഞാൻ പറയുകയായിരുന്നു. ഈ ജെറിക്കോ പ്രാർത്ഥന നടത്തി ഞാൻ പറഞ്ഞ ഒരു സഹോദരൻ ആ വീട്ടുമുറ്റത്തോടെ ഈ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. ജെറിക്കോ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അതുവരെ മൃഗങ്ങൾ വാടാതിരുന്ന അവസ്ഥ മൊത്തമായിട്ട് മാറിയിട്ട് മൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞ സമ്പന്നമായ അവസ്ഥയിലേക്ക് ആ കുടുംബം കയറി വന്നു. ഇത് നമുക്ക് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. ജെറിക്കോ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കിടക്കുന്നതിന് മുമ്പ് 1-2 അനുഭവങ്ങളും കൂടി ഞാനൊന്ന് സൂചിപ്പിച്ച് വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പലർക്കും ഈ പ്രാർത്ഥന നടത്തിയ മനോഹരമായ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ഞാൻ പ്രധാന ഇടവക തന്നെ ആയിരിക്കുമ്പോൾ അവിടെയുള്ളൊരു വീട് പണിയുടെ കാര്യം ഞാൻ ധ്യാനം നടക്കുമ്പോഴൊക്കെ ഈ വിഷയം പങ്കുവെക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതാണ്. ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും ഈ സംഭവത്തിന്റെ കൂടെ ഈ കാര്യവും. ആ നാട്ടിലുള്ള ഇടവയിലുണ്ടായിരുന്ന ഒരു വീട്, ഒരു തറവാട് വീടാണ്. അതിങ്ങനെ പണിയാനായിട്ട് അവരിങ്ങനെ തീരുമാനമെടുത്ത് ആഗ്രഹിച്ച് പല പ്രാവശ്യം പണിക്കാരെ പറഞ്ഞ് ഒരുമിട്ടൊക്കെ നോക്കിയിട്ട് അത് നടക്കാതെ ഇങ്ങനെ പണി നീണ്ടു പോകുന്നൊരവസ്ഥ.
അങ്ങനെ നീണ്ടുപോയി. ഒരിക്കൽ എൻ്റെ മകൾ ഒന്ന് പറയും, അച്ഛാ പണി നടക്കുന്നില്ല, വീട്ടുപണി നടക്കുന്നുണ്ട്, പക്ഷെ പണി എൻ്റെ അത്യാവശ്യം, പക്ഷേ പണിയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എന്താ ചെയ്യുന്നത്. പക്ഷെ പിന്നെ ഒരിക്കൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ പണം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏതാനും ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ പണി ആരംഭിക്കാൻ പറ്റും, തടസ്സം അച്ഛാ. അപ്പോൾ ഈ ജെറിക്കോ പ്രാർത്ഥനയുടെ ആശയം വന്നു. അത് അവർ ഗൗരവത്തിലെടുത്തു. ഒരു ദിവസം ആ കുടുംബിനി കുമ്പസാരിക്കാൻ വന്നിട്ട് കുമ്പസാരം കഴിഞ്ഞ് എണീക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, കുർബാനയ്ക്ക് രാവിലെ, അച്ഛാ ഞങ്ങൾ വീട് പണി ആരംഭിക്കാൻ വേണ്ടി ജെറിക്കോ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഞാനത് കേട്ട് മൂടി, അത്രേ ചെയ്തുള്ളൂ. കുമ്പസാരത്തിനിടയ്ക്കാണ് ഞാൻ കുമ്പസാരം കഴിഞ്ഞ് അടുത്ത കുമ്പസാരത്തിൽ എത്തിരിക്കുകയാണ് ഇപ്പുറത്തോട്ട്. അങ്ങനെ ആ സഹോദരി ഏറ്റുപോയി. ഞാൻ ആ കാര്യം പിന്നെ ഓർത്തുമില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ കുടുംബക്കാർ തന്നെ വന്ന് അച്ഛാ വിളിച്ചു, അച്ഛാ കല്ലിടാനായിട്ട് വരാമോ? ഞാൻ പറഞ്ഞു വീട് പണി, അതെ അച്ഛാ കല്ലിടാൻ, ഞങ്ങൾ വീട് പൊളിച്ചു. ആ കൊള്ളാം. അങ്ങനെ ദിവസം നിശ്ചയിച്ച് ഞാനിവിടെ ചെന്നു. ഒരു മഴ ചാറുന്ന ദിവസം വരെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. കുട ചൂടിക്കൊണ്ട് സ്റ്റോളും ഒക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കല്ലിടാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം, ആ വീട് മുഴുവൻ പൊളിച്ചു മാറ്റി ഒരു മലഞ്ചെരുവിൽ ഒരു പാറക്കെട്ടൊക്കെ സ്ഥലത്ത് ഇങ്ങനെ വീടുണ്ടായിരുന്നത് മുഴുവൻ പൊളിച്ചു മാറ്റി അവിടെ വാനം വന്നിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പ്രാർത്ഥന ആരംഭിക്കാൻ, എൻ്റെ അപ്പുറത്ത് ഭർത്താവ് ഭാര്യയും പിന്തുണ വന്നിപ്പുണ്ട്. പ്രാർത്ഥന ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് നിന്നുകൊണ്ട് ഈ സഹോദരനോട് പറഞ്ഞു, അച്ഛാ ഇതാ കിടക്കുന്ന ജെറിക്കോ പട്ടണം. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ ഇതാ ജെറിക്കോ പട്ടണം? എനിക്ക് മനസ്സിലായില്ല. ജെറിക്കോ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ സംഭവം ജെറിക്കോ പട്ടണം തകർന്നതാണ്. അവർ പ്രാർത്ഥിച്ചപ്പോഴും അവർ ആ രീതി ചെയ്തപ്പോഴും അത് വെച്ചുകൊണ്ട് ഈ സഹോദരി പറയാം, അച്ഛാ ജെറിക്കോ പട്ടണം തകർന്നു, ഞങ്ങൾ ഈ കെട്ടിടം പൊളിച്ച് മാറ്റി പഴയ കെട്ടിടം. അപ്പോൾ എനിക്ക് തിരിയാത്തതുകൊണ്ട് അവർ പറഞ്ഞു, അച്ഛൻ മറന്നുപോയ ഞാനിത് ഇത്ര ദിവസമായി അച്ഛൻ കുമ്പസാരിക്കാൻ വന്നപ്പം ജെറിക്കോ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ വീട് പണിക്കുന്ന പറഞ്ഞു വന്ന് ഓർക്കുന്നുണ്ട്, അച്ഛൻ മറന്നുപോയോ? ഇന്ന് കൃത്യം എത്രാം ദിവസം പ്രാർത്ഥന പൂർത്തിയാക്കിയത് അച്ഛൻ വന്ന് കല്ലിടാൻ വേണ്ടി നിൽക്കുന്നു അച്ഛാ, സന്തോഷം. അപ്പം ഞാൻ ഓർമ്മിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വീടിന് കല്ലിട്ടു. ആ പണി ഏതാനും മാസങ്ങൾക്കിട്ട് തന്നെ മനോഹരമായിട്ട് പെട്ടെന്ന് പൂർത്തിയാക്കി. ഞാൻ തന്നെ അത് തുറന്ന് മലവാസങ്ങൾ വെഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വീട് പണിക്ക് തടസ്സമായിട്ട് നിന്നിരുന്ന ഒരു തിന്മയുടെ സ്വാധീനം എന്തോ ആ പെരയിലുണ്ടായിരുന്നു. പഴയ തറവാട് വീടായിരുന്നു. അവരാ വീടിന് ചുറ്റും ഇങ്ങനെ ഈ ജെറിക്കോ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ചുറ്റും നടന്ന് ആ വിടുതലിലേക്ക് കൊണ്ടുവന്നു. ഈ ജെറിക്കോ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ കുറവങ്ങാട് അടുത്തുള്ള കുറുപ്പന്തറ ഭാഗത്ത്, കുറുപ്പന്തറ കവലയിൽ ഒരു ജെറിക്കോ പ്രാർത്ഥനാലയം എന്നൊരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചാപ്പലിന്റെ മുകളിൽ. അത് ഞാൻ അവിടെ വരുന്ന ആൾക്കാർ പലപ്പോഴും ധ്യാനത്തിന് അനുഗ്രഹ ഭാഗക്കാരാണ്. അപ്പോൾ അവർ പറയും, നേരത്തെ ചോദിച്ചപ്പോൾ ഈ മനസ്സിലായ കാര്യം, അത് ഷാപ്പായിരുന്നു, നേരത്തെ കള്ള് ഷാപ്പായിരുന്നു. ആ കള്ള് ഷാപ്പ് കൊണ്ട് ബുദ്ധിമുട്ടിയ ഉടമസ്ഥരോ അയൽക്കാരോ ആരോ ഒക്കെ ജെറിക്കോ പ്രാർത്ഥന നടത്തിയതാണ് അത്രയും. ജെറിക്കോ പ്രാർത്ഥന നടത്തി വന്നിട്ട് ആ ഷാപ്പ് നിർത്തി പൊട്ടി അവസാനിപ്പിച്ചു. ആ ഉടമസ്ഥർ അത് ഒരു ചാപ്പലാക്കാൻ വേണ്ടി പള്ളിക്ക് കൊടുത്തു. അങ്ങനെ അത് പള്ളിയുടെ ഒരു ചാപ്പലായിട്ട് മാറി. അവർ ആ ചാപ്പിൻ്റെ പേര് ജെറിക്കോ പ്രാർത്ഥനാലയം അങ്ങനെ എഴുതി വെച്ചു. ഞാനവിടെ പോയിട്ടില്ല, ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പോയിട്ടിരിക്കുന്നതായിട്ട്. കുറുപ്പന്തറ കവലയിൽ നിന്നും കുറവങ്ങാടിന് പോരുമ്പോൾ വലതുവശത്തായിട്ട് ആ ചാപ്പൽ കാണാനായിട്ട് പറ്റും. ജെറിക്കോ പ്രാർത്ഥനാലയം അനുവദിച്ചിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ എനിക്ക് വേറെ ശുശ്രൂഷ അനുഭവത്തിലും മറ്റു അനുഭവത്തിലും പറയാനായിട്ടുണ്ട്. ഇങ്ങനെ തിന്മയുടെ കെട്ടുകൾ പൊട്ടിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കുന്നതാണ്. നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്? ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ഇത് കേട്ടിട്ട് ചിലപ്പോൾ ചിലരുടെ എഴുതി ചോദിക്കാറുണ്ട്, വിളിച്ചു വെച്ചാൽ ജെറിക്കോ പ്രാർത്ഥന പറഞ്ഞു തരാമോ? അത് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥനാ പുസ്തകങ്ങൾ ജെറിക്കോ പ്രാർത്ഥന ഇല്ല. ചില പുസ്തകങ്ങളിൽ ജെറിക്കോ പ്രാർത്ഥന പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എന്തെങ്കിലും പ്രാർത്ഥന ഇത് ചൊല്ലുക എന്നുള്ളതല്ല ഈ ജെറിക്കോ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം. അത് നമ്മളിപ്പോൾ ഈ ദിവസം കണ്ടുവന്ന കാര്യങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു ആത്മീയ പോരാട്ടത്തിന്റെ അനുഭവമാണ്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെഷൻ മാത്രം അടുത്ത സെഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമുക്ക് ഈ ജെറിക്കോ സംഭവം ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ, യോശുവയുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നമ്മുടെ വാക്യങ്ങളിൽ 2-ാം വാക്യം, കർത്താവ് യോശുവ അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറിക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുൻപിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ 6 തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. ഇതാണ് സ്വർഗം പറഞ്ഞു കൊടുത്ത മാർഗം ഈ ജെറിക്കോ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്.
ഇതിനകത്ത് നമുക്ക് ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും എണ്ണിയെടുക്കുകയാണ് എങ്കിലും. ഈ 4 കാര്യങ്ങൾ നമ്മൾ എണ്ണിയെടുക്കുന്നത് പ്രായോഗികമായിട്ട് നമ്മുടെ വീടും പറമ്പും അല്ലെങ്കിൽ തിന്മയ്ക്ക് അടുപ്പിട്ട് കിടക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെ വിടുവിച്ചെടുക്കാനായിട്ട് ജെറിക്കോ പ്രാർത്ഥന എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 കാര്യങ്ങൾ. ഇവിടെ ഒന്നാമത്തെ കാര്യം 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നൂനിന്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകം എടുക്കുക. കർത്താവിന്റെ സാന്നിധ്യമാണ് വാഗ്ദാന പേടകം അവർക്ക്. 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിക്കൊമ്പുള്ള കാഹളം ഒഴുക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു. കർത്താവ് എപ്പോഴാണ് അവിടെ വന്നത്? കർത്താവ് അവിടെ വന്നതായിട്ട് പ്രത്യേകം പറയുന്നില്ല, മറിച്ച് വാഗ്ദാനകൾ പേടകം എടുത്തുകൊണ്ട് നടന്നുവെന്നാണ്. അപ്പോൾ വാഗ്ദാന പേടകത്തിൽ കർത്താവിന്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ കർത്താവിന്റെ സാന്നിധ്യമുള്ളവരായിട്ട് മാറുക എന്നാണ് ജെറിക്കോ പ്രാർത്ഥനയുടെ 1-ാമത്തെ വ്യവസ്ഥ നമുക്ക് അനുശാസനം തരുന്നത്. കർത്താവിന്റെ സാന്നിധ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറുക. 2-ാമത്തെ കാര്യം ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്, അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ട് പോകുവിൻ, പട്ടണത്തിൽ വിട്ട് നടക്കുവിൻ, ആയുധധാരി കർത്താവിന്റെ പേടകത്തിന് മുമ്പ് നടക്കട്ടെ. ജോഷുവ കൽപ്പിച്ചതുപോലെ നമ്മൾ വായിച്ച വാക്യം, 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പോടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു. 9-ാം വാക്യം, ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇത് 2-ാമത്തെ കാര്യം, കാഹളം മുഴക്കുക, കാഹളധ്വനി സദാ മുഴക്കുക. അപ്പൊ കർത്താവിന്റെ വാഗ്ദാന പേടകം എടുക്കുക എന്നുള്ള 1-ാമത്തെ കാര്യം. 2-ാമത്തേത് കാഹളധ്വനി മുഴക്കുക എന്ന് വെച്ചാൽ കർത്താവിന്റെ വാഗ്ദാന പേടകത്തെ ആദരവോടെ കൊണ്ടുപോകണം. ആർക്കും വേണ്ടാതെ എങ്ങനെയെങ്കിലും വലിച്ചോണ്ട് പോകുകയല്ല, ആദരവോടെ. നമ്മൾ പ്രദർശനം പോകും ബാൻഡും ഒക്കെ ആയിട്ട് പോകുന്ന പറഞ്ഞ പോലെയാണ്. അല്ലെങ്കിൽ കൈ അടിച്ച് ഒരാളെ സ്വീകരിക്കുന്ന പോലെയാണ്. ഒരു കൂട്ടരെ കൈ അടിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണ്, ചെണ്ടമേളോ വാദ്യമേളമായിട്ട് സ്വീകരിക്കുന്നു. അതൊരു സ്വീകരണത്തിന്റെ ബഹുമാനത്തിന്റെ ഒരു പ്രകടിപ്പിക്കുക, നമ്മളുടെ സന്തോഷത്തെ പ്രകടിപ്പിക്കുക. അപ്പം കാഹളത്തിന് സദാ മുഴക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരാന്റെ സാന്നിധ്യത്തെ ആദരവോടെ സംവഹിക്കുക എന്ന് വെച്ചാൽ കുറച്ച് പറഞ്ഞാൽ പ്രാർത്ഥനയോടെ കൊണ്ടുപോവുക, നിരന്തര പ്രാർത്ഥനയിൽ നീങ്ങുക എന്നർത്ഥമാണ്. ഇത് 2-ാമത്തെ കാര്യം. ഇനി 3-ാമത്തെ കാര്യം, ജോഷുവയോട് തമ്പുരാൻ പറഞ്ഞു, ഈ ജെറിക്കോ പട്ടണത്തിന് ചുറ്റും നിങ്ങൾ പോകണം. വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് കാഹളധ്വനിയും മുഴക്കി നിങ്ങളുടെ കൂടാരങ്ങളിൽ കഴിഞ്ഞാൽ പോരാ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നാ പോരാ. ഏത് സ്ഥലത്തെ കോട്ടയാണോ തകർക്കേണ്ടത് ജെറിക്കോ, ആ ജെറിക്കോ കോട്ടയ്ക്കിലേക്ക് നിങ്ങൾ പോകണം. ആ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ നടക്കണം. ഈ രീതിയിൽ ഇതാണ് 3-ാമത്തെ കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോ പറമ്പിലോ മറ്റു മേഖലകളിലോ ഭൗതിക സാഹചര്യങ്ങളിലോ എവിടെയാണോ തിന്മ പതിഞ്ഞ് കിടക്കുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലണം, അവിടേക്ക് നമ്മൾ എത്തണം. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നമ്മൾ കൊടുക്കണം. തിന്മയുടെ സാന്നിധ്യം അവിടെ എങ്ങനെയോ വന്ന് പതിഞ്ഞു, ആരോ തിന്മയെ വിളിച്ചു വരുത്തിയിരുത്തി കുടിയിരുത്തി, അല്ലെ പൈശാചിക കർമ്മങ്ങള് ചില വ്യക്തികള് എന്നോ അവിടെ ജീവിച്ചിട്ട് പെരുമാറിയവർ ചെയ്തു. സാത്താനെ വിളിച്ചു വരുത്തി കുടിയിരുത്തി, അങ്ങനെ തിന്മയെ അവിടെ വിളിച്ചു വരുത്തി ഇരുത്തിയെടുത്തോട്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് ആദരവോടെ പവറോടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലണം. അവിടെയുള്ള തിന്മയുടെ സാന്നിധ്യം നമ്മൾ കൊണ്ടുപോകുന്ന ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ തകർക്കാൻ ഇട വരുത്തണം. അതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമുണ്ട്. ഈ രീതി നമ്മൾ ഒരുങ്ങി ചെല്ലണം. ഇതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം 15-ാം വാക്യം, 14-15 വാക്യങ്ങൾ. 2-ാം ദിവസവും ആ പട്ടണത്തിന് പ്രദർശനം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം ഇങ്ങനെ ചെയ്തു. ദൈവം അങ്ങനെയാ പറഞ്ഞത്. 6 ദിവസം മാത്രമല്ല, 7-ാം ദിവസം 7 പ്രാവശ്യം ചെയ്യണം, റൗണ്ട് പോകണം, ചുറ്റി നടക്കണം എന്ന് പറഞ്ഞിരുന്നു. 7-ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ 7 പ്രാവശ്യം പ്രദർശനം വെച്ചു. അന്ന് മാത്രമാണ് 7 പ്രാവശ്യം പ്രദർശനം വെച്ചത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതാണ് 4-ാമത്തെ കാര്യം. വാഗ്ദാന പേടകം എടുക്കുന്നു 1, കാഹളത്തിന് മുഴക്കുന്നു 2, പ്രദർശനമായിട്ട് പോകുന്നു ആ സ്ഥലങ്ങളിലേക്ക് 3. ഈ പോക്ക് എന്ന് പറയുന്നത് 1 പോയിട്ട് നിർത്താൻ പാടില്ല. അത് എന്തുമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ആവർത്തിച്ച് ചെയ്യണം. എന്തുമാത്രം ആവശ്യമുണ്ടോ എന്ന് ഞാൻ പറയാൻ പ്രത്യേക കാരണമുണ്ട്. ഇവിടെ ജോഷുവയുടെ തമ്പുരാൻ പറഞ്ഞു കൊടുത്തത് 6 ദിവസം ഓരോ റൗണ്ട് പോവുക, 7-ാം ദിവസം 7 റൗണ്ട് പോവുക, അങ്ങനെ പറഞ്ഞു. അതുവഴിയായിട്ടാണ് മാറ്റം വരും, കോട്ട തകരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെയ്യുന്ന കാര്യം ആവർത്തിച്ച് ചെയ്യുക എന്നർത്ഥം.
അപ്പൊ നമ്മളും ജെറിക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ തിന്മ അഴിഞ്ഞു കിട്ടാനായിട്ട് ഈ പ്രാർത്ഥന നമ്മൾ ആവശ്യത്തിന് ആവർത്തിച്ച് ചെയ്യണം. ഒരു ദിവസം തന്നെ ചിലപ്പോൾ പല പ്രാവശ്യം ആവർത്തിക്കുന്നു, അല്ല ഇത്ര സമയത്തേക്ക് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നു. അതുമല്ല എങ്കിൽ ഓരോ ദിവസം ഇത്ര സമയം വെച്ച് ഇത്ര ദിവസങ്ങളിലേക്ക് ചെയ്യുന്നു. അങ്ങനെ ഇത്ര ദിവസങ്ങൾ വെച്ച് ഒരു സെറ്റ്, ഇവിടെ 7 ദിവസത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ 7 ദിവസത്തിന് വേറെ പ്രോഗ്രാം എടുക്കേണ്ടി വരുമായിരിക്കാം. 7 എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ 7 പോരായിരിക്കാം, അത് കൂടുതൽ ദിവസങ്ങൾ കാണേണ്ടി വരും. അതെന്തുകൊണ്ടാണ് ജെറിക്കോ പ്രാർത്ഥനയിൽ ഈ സംഭവത്തിൽ ജെറിക്കോയുടെ പതനത്തിൽ 7 ദിവസം തന്നെ പറഞ്ഞല്ലോ. നമ്മൾ തന്നെ 7 കൂടെ ചിന്തിക്കുന്നത്. പക്ഷെ എന്താ പറയാ, ഈ ഇസ്രായേൽക്കാര് ചുറ്റി നടക്കുമ്പോൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഭടന്മാര് തന്നെ 6 ലക്ഷം പേരുണ്ടായിരുന്നതാണ്. ഭടന്മാര് തന്നെ 6 ലക്ഷം പേര്. അപ്പൊ 6 ലക്ഷം പേര് ഒരു റൗണ്ട് ചുറ്റി നടക്കുമ്പോൾ ഒരാള് 6 ലക്ഷം പ്രാവശ്യം ചുറ്റി നടക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീടിന് ചുറ്റും തിന്മയുള്ള പറമ്പിന് ചുറ്റും പറമ്പിൽ കൂടെയൊക്കെ നമ്മൾ ഈ ജെറിക്കോ പ്രാർത്ഥനയായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാളായിരിക്കും പോകുന്നത്, ചിലപ്പോൾ 2 പേരേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ 6 ദിവസം 7 ദിവസം എന്നുള്ളത് ഇസ്രായേൽക്കാർക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇത്രയും പേരാണ് ചെയ്തത്. അവിടെ നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അത് പോരായിരിക്കും എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളിലൂടെ ജെറിക്കോ പ്രാർത്ഥന പൂർത്തിയാകേണ്ടത്. ഇതതിൻ്റെ ഒരു അടിസ്ഥാന ഫ്രെയിമാണ്, ഒരു മാർഗരേഖയാണ്. ഇത് വെച്ച് കുറച്ചുകൂടെ ആഴപ്പെട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഓരോന്നിനെ കുറിച്ചും കുറെ കൂടെ വ്യക്തത പ്രായോഗികമായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് അടുത്ത ഒരു സെഷനിൽ അതിനെക്കുറിച്ച് നമുക്ക് ആഴപ്പെട്ട് ചിന്തിക്കാം. ഇപ്പൊ നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ ദീപികാരന്റെ ഈശ്വര സാന്നിധ്യത്തിൽ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവാസ്തു രൂപനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന മുറികളില്, ഭവനങ്ങളില്, ഇടങ്ങളില് അങ്ങയുടെ തിരു സാന്നിധ്യം ഞങ്ങൾ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്നു. ഇസ്രായേൽക്കാര് വാഗ്ദാന പേടവും സംഭവിച്ചുകൊണ്ട് ജെറിക്കോയ്ക്ക് ചുറ്റും നടന്നപ്പോൾ ആ കോട്ട നിലം പതിച്ചു. കർത്താവ്, ഞങ്ങളുടെ വാഗ്ദാന പേടകം ഫിലിസ്തീന് കൈവശപ്പെടുത്തി അവിടെ നാട്ടിക്കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അവിടെയുള്ള ബിംബം, ആ ബിംബത്തിലുള്ള പൈശാചിക സാന്നിധ്യങ്ങൾ നിലം പതിച്ചു. കർത്താവായ ഈശോയെ, അങ്ങയുടെ ദീപികാരുടെ സാന്നിധ്യം എത്രയോ അധികമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തിയെ കൊണ്ടുവരാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് വലിയ സ്വർഗീയ സഹായമാണ്. തിരുവാസ്തു രൂപനായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അനേക പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്ന വാഗ്ദാന പേടകങ്ങളായി, ജീവനുള്ള ചലിക്കുന്ന സക്കരാരികളായി ഞങ്ങൾ പള്ളികളിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ അങ്ങ് ഇടവരുത്തിയിട്ടുണ്ട്. പക്ഷെ ഈശോയെ പലപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ കരുത്ത് എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിയാതെ കാഹളത്തിന് സദാ മുഴക്കിക്കൊണ്ട് വാഗ്ദാന പേടകവുമായിട്ട് ഇസക്കാർ പോയതുപോലെ അങ്ങയുടെ സാന്നിധ്യം വിശ്വാസപൂർവ്വം ഏറ്റുപറഞ്ഞുകൊണ്ടും അത് കരുത്തായിട്ട് അനുഭവിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും അങ്ങേയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും പോകാൻ പലപ്പോഴും ഞങ്ങൾ ഓർത്തിട്ടില്ല, തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. ഈശോ, അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം, അത് നിർജീവമായ സാന്നിധ്യം പോലെ
ഞങ്ങളുടെ വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. അവിടെ കർത്താവ് ഞങ്ങളുടെ വീട്ടിലും പറമ്പിലും മേഖലകളിലൊക്കെ ഉള്ള തിന്മയുടെ സാന്നിധ്യ സ്വാധീനം ഇതുവരെയും വിട്ടുപോകാതെ കിടക്ക നിങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. പലപ്പോഴും അതിന് ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. കർത്താവായ ഈശോയെ, വിശുദ്ധ കുർബാന സ്വീകരണം വഴി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ശരീരത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നത് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ നിലകൊള്ളുന്ന സകല തിന്മയ്ക്കും മുമ്പിൽ അവിടെ എല്ലാം ചവിട്ടി നടക്കാൻ, അവിടെയുള്ള സാന്നിധ്യങ്ങളെ പലായനം ചെയ്യിക്കാനുള്ള വലിയ മാർഗമായിട്ട് കൂടിയാണ് ആത്മീയമായിട്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, ജെറിക്കോ പ്രാർത്ഥനയുടെ കരുത്ത് ഈ രീതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ, അങ്ങ് വഴി ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വലിയ സംരക്ഷണം വിടുതലും ഞങ്ങളുടെ നിരന്തര അനുഭവമായിട്ട് മാറട്ടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ വീടുകള്, പറമ്പുകള്, ജീവസാഹചര്യങ്ങള്, അവ സമ്പൂർണമായി സകലവിധ പൈശാചിക സ്വാധീനങ്ങളിൽ വിട്ടുമാറി അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു കുടികൊള്ളുന്ന, അങ്ങ് നിറഞ്ഞു വസിക്കുന്ന ഇടങ്ങളായ ആലയങ്ങളായി മാറത്തക്ക രീതിയിൽ അതിനെ നവീകരിക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, ആ സ്ഥലം കാത്തിരിക്കുന്ന ദൈവമകളും മകനുമായി ഞങ്ങൾ അവിടെ വെളിപ്പെടാൻ ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഭവനങ്ങളെയും വസ്തുക്കളെല്ലാം ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ ദൈവികാരുടെ തിരു സാന്നിധ്യം കരങ്ങളെ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഞങ്ങളുടെ ആശീർവാദ ദാസം നൽകുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിന് കാതോർത്ത് ശിശുഭാവത്തോടെ അതിനെ സ്വീകരിച്ച് ആ വചനത്തിൽ കൂടി കിട്ടിയ വെളിച്ചമനുസരിച്ച് ജീവിതത്തിന്റെ ഭൗതിക മേഖലകളെയും നവീകരിക്കാനും സകലവിധ പൈശാചിക സ്വാധീനങ്ങൾ അടിമത്ത് അവയെ വിടുതലേക്ക് നയിക്കാനും ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് കാത്തു നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ കൃപാവനം സമൃദ്ധമായിട്ട് ഒഴുകി ഇറങ്ങട്ടെ. അങ്ങനെ തിരുസാന്നിധ്യം കൊണ്ട് മക്കളും കുടുംബങ്ങളും എല്ലാം നിറയാൻ ഇടവരട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിന് സംരക്ഷണം നൽകുന്നതിനടുത്ത് നന്ദി പറയുന്നു. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളും ബന്ധപ്പെട്ട നിയോഗ മേഖലകളോടും കൂടെ, നമ്മൾ ഓരോരുത്തരുടെയും വീടുകളോടും പറമ്പുകളും വസ്തുവകകളോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ചും ത്യാഗങ്ങൾ കാഴ്ചവെച്ചും സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.